അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് തുടക്കത്തിൽ തന്നെ ഇതേ എരേനെ പിടിക്കണതായിട്ടാണ് കാണിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മീൻ പിടുത്തമാണ്, വേറെ ഒന്നും ഇന്നത്തെ വീഡിയോയിലില്ല കേട്ടോ. അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമാണ് ഒരു മീൻ പിടിക്കാൻ പോകണം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഞങ്ങൾ സ്ഥലങ്ങളും ഭാഗം എന്താ പറയുക ആ ഭാഗത്തെ ഏരിയകളൊക്കെ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഫലപുഷ്ടമായ മണ്ണായിരിക്കും, അതാ ഇത്ര വലുപ്പം വന്നത്. എന്ത് വലുപ്പമാണത് പറയണ പോലെ. പാമ്പിന്റെയാണോ? നോക്കട്ടെ അതിന്. ഇങ്ങോട്ട് നീക്കിട്ട് നല്ല സ്ഥലത്തേക്കൊക്കെ ഇത്രയും വലുപ്പം വരുമോ? കൊറേ നാളായിട്ടുണ്ടാവിരിക്കണത് കണ്ടത് പാമ്പ് പോണ പോലെ പോണേ. കഴിഞ്ഞൊരു ഇതൊക്കെ ആയിട്ടുണ്ട്. നിർത്തിക്കോ, ദേവന്റെ അടി കൂടെ പോണു. ഞാൻ ഇത്ര വലുത് എനിക്ക് പേടിയാ. ഇത് വാങ്ങാ മൈദപ്പൊടി വാങ്ങാന്ന്, അതുകൊണ്ട് ആൾക്കാര് ഇങ്ങനെ ഉണ്ടാക്കിട്ട് ഇട്ടണാണോ. ഇനി മതി, കഴിഞ്ഞു, ഇതൊക്കെ മതി. അവിടെ ഉണ്ടാ പാടിപ്പോഴും? കണ്ട ആരു നിന്റെ അച്ഛൻ പണ്ട് കളിച്ചപ്പോട്ട ആറാത്രേ പൊട്ടിച്ചിട്ട് ടാറ്. എവിടെ ടാറൊക്കെ പോയി തോന്നുന്നുണ്ട്. വൃത്തിയുടെ കാണിക്കല്ലേ. ഫുൾ തോട് ഈ ഭാഗത്തേക്ക് ഞാൻ വന്നിട്ടില്ല ചേട്ടാ. എവിടെ വൃത്തിയാക്കിട്ടുണ്ടാവും? നിങ്ങൾ വെച്ച കവുങ്ങ് അതില് പേരുണ്ടോ തോന്നുന്നുണ്ട് കേട്ടോ. അതാ അങ്ങോട്ട് ഓടണം. ഞണ്ട് അല്ലേ? ഞണ്ട്. ആരും മോനെ ഇറങ്ങല്ലേ. വായ കേറ് കേറ് കേറ്. മതിട്ടാ, മതി കേറ് കേറ് കേറ്. രാത്രി വന്ന ഞണ്ട് കിട്ടുന്ന കുഞ്ഞു ഞണ്ടുകളാണ്, വലിയ ഞണ്ടോന്നല്ലതൊന്നും. മീനെ പിടിച്ചോ? പിടിച്ചോ. യാതൊരു മീൻ പിടിക്കാൻ മോനെ ചവിട്ടണ്ടതവേ. മണ്ണരക്കാണോ നിങ്ങൾ തമ്മിൽ തല്ലൂട്ടാരു? ശരി സെറ്റ്. നല്ല ഭംഗിയുള്ള സ്ഥലല്ലേ. ഞാനെന്തൊരു പിടിച്ചില്ലാന്ന് പറഞ്ഞത്? നിങ്ങൾക്ക് തന്നെയും പിടിക്കാത്ത. വെള്ളക്കുണ്ടാന്ന് പറയുന്നത് നിങ്ങളല്ല, ഞാനാണോ പറയാറ്? എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ സ്ഥലം. ഞാൻ ഏതായാലും വന്നിരിക്കാറുള്ളതാ നമ്മളെ പാടത്തൊക്കെ. നീക്ക് മക്കളെ, നീക്ക്. ഒരെണ്ണെങ്കിലും എനിക്കിത് വ്ളോഗ് പോകണ്ട വന്ന് ഒരെണ്ണെങ്കിലും പിടിച്ചിട്ട് കാണിച്ചു തരും. എര മാത്രം പോയുള്ളൂ, മീനൊന്നും ഇല്ല. എടുത്തോടത്തോടാ മീൻ്റെ എരയുടെ. ആരു പൊക്കോ വീഴാണ്ട് പൊക്കോ. എന്താവോ എന്തോ ഒരു മീനെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. അവന്റെ മോൻ കവറൊക്കെ പിടിച്ചിട്ടാ നടക്കണം. കൊറേ നേരമായി നടക്കാൻ തുടങ്ങിട്ടാ. നടന്ന് എത്തണില്ല അതല്ലോ. കൊത്തണുണ്ട്. ഇളക്കി പോകണ്ട്. ഇപ്പൊ സമ്മതിച്ചു. പാമ്പുണ്ടാണ് ആവശ്യര. എവിടെ പോയ എരത്ത് പോയി കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. കണ്ടാച്ചു മണ്ണര. ഇതാണ് മണ്ണര കേട്ടാ. നിങ്ങൾ കണ്ടിട്ടുണ്ടാ? എവിടെ കണ്ടിട്ടാ മീൻ പിടിക്കണ സംഭവം? മണ്ണരാന്ന് പറയും. മൂടി വെച്ചോടാ കണ്ണാ. അങ്ങോട്ട് എനിക്കറപ്പാ. നിങ്ങൾ ഓർത്തോ, നിങ്ങളല്ലേ വലിയ മീൻ പിടുത്തക്കാരൻ. ഇല്ല, നിങ്ങളല്ലേ വലിയ കാര്യം പറഞ്ഞത്. തറവാടിന്റെ അവിടെ തോടുണ്ട്, അത് നിങ്ങൾ ബഹ്റൈനിൽ വെച്ചിട്ട് കൊറേ മീൻ പിടിക്കാൻ ഞാൻ കണ്ടുള്ളതല്ലോ. പിന്നെ സീനിയർസ്റ്റൊക്കെ കടത്തി വേണ്ടിട്ടൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. കേറ് മതി. ഞാൻ പിടിക്കാം.
ഞാൻ പിടിച്ച് പോയില്ലേ, വെള്ളത്തിൽ പോയില്ലേ? വേറെ എടുക്ക്, വേറെ. നല്ല ഭംഗിയുള്ള, നല്ല ചുമന്നിരിക്കണ്ടല്ലോ അത് കാണാനായിട്ട്. അതിലിട്ടോ, കവറോട്ടിട്ടോ. മീനെ കിട്ടില്ല, തൽക്കാലം ഞണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരും. എത്ര രണ്ടാൾക്ക് ഓരോന്നോരോന്നായില്ലേ? പോവാണി. അടുത്തത് 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 കൊറേ ഉണ്ടല്ലോ. അവസാനം ഒന്നും കിട്ടാതെ അച്ഛനും മക്കളും കൂടി മടങ്ങുന്നുണ്ട് കേട്ടാ. കഴിഞ്ഞില്ലേ? പോന്നോ പോന്നോ പോന്നോ. ഒരു വെറുതെ എൻ്റെ ഒരു വ്ളോഗ് പോയി. മീൻ കിട്ടാണ്ട് എങ്ങനെ എടുക്കൂ? കിട്ടാത്ത വ്ളോഗ് ഇടും. പരാജയപ്പെട്ടു എന്നുള്ളത് ഞാൻ ഇടും. വായു മക്കളെ. അത് കവറൊക്കെ എടുക്കണം. അത് വീണ്ടും അമ്മച്ചി പിടിച്ചെന്നത്. അച്ഛൻ തോറ്റു മടങ്ങാൻ ഉദ്ദേശമില്ലാത്തതുകൊണ്ട് വീണ്ടും അമ്മച്ചി പിടിച്ചു കൊടുത്തതാ. അച്ഛൻ വീണ്ടും പരാജയപ്പെട്ടു. അച്ഛന്റെ ജീവിതത്തിൽ പരാജയം മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ സ്ഥലാട്ടാ. തോട് കഴിഞ്ഞു, പുഴ കഴിഞ്ഞു, അവസാനം കുളം ചതിച്ചു. ഒന്നുമില്ല. വീണ്ടും ടങ്കീസ് വാങ്ങിയ പൈസ പോയതല്ലാണ്ട് വേറെ കാര്യമില്ല. അപ്പൊ ഇനി പോവാ നമുക്ക് തിരിച്ച്. ഞാൻ പോവാ, നിങ്ങളവിടെ നോക്കിക്കോ. എന്റെ ക്ഷമ നശിച്ചു. അതെ, വന്നല്ലോ.